കുട്ടിത്തവും കുസൃതികളുമായി എപ്പോഴും പുഞ്ചിരിയോടെ നിൽക്കുന്ന ബിന്നിയെ മാത്രമേ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചയമുള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഭാഗമായ ശേഷമാണ് ബിന്നി സെബാസ്റ്റ്യനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത്. കുടുംബവിളക്ക് താരം നോബിൻ ജോണിയാണ് താരത്തിന്റെ ഭർത്താവ്. ബിന്നി സെബാസ്റ്റ്യനെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു. 3 വയസ്സ് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയ ഒറ്റപ്പെടൽ അവസാനിച്ചത് നോബിനെ വിവാഹം കഴിച്ച ശേഷമാണ്. അടുത്തിടെ ബിഗ് ബോസ് ഹൗസിൽ വെച്ചാണ് ബിന്നി തന്റെ ലൈഫ് സ്റ്റോറി വെളിപ്പെടുത്തിയത്. ബന്ധുവായ ആന്റിയുടെ ടോർച്ചർ മൂലം 14-ാം വയസ്സിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. പപ്പയുടെയും മമ്മിയുടെയും ലവ് മാരേജ് ആയിരുന്നു. പപ്പ നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു, കൂടാതെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബം. മമ്മിക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം, പാവപ്പെട്ട കുടുംബവും. പക്ഷേ അന്നത്തെ ബ്യൂട്ടി ക്വീൻ ആയിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇരുവരെയും ആദ്യം പപ്പയുടെ വീട്ടിൽ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയപ്പോൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു. ലൈഫിനെ സീരിയസ് ആയിട്ട് കാണാതെ വല്ലപ്പോഴും മാത്രം ജോലിക്ക് പോകുന്ന ആളായിരുന്നു പപ്പ. കിട്ടുന്ന പൈസ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങും, ബാക്കി പപ്പ സ്വന്തമായി ചെലവഴിക്കും. നന്നായിട്ട് ജീവിക്കണമെന്ന് പപ്പയ്ക്കില്ല, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയെന്ന രീതിയാണ്. ബാത്റൂം പോലും ഇല്ലാത്ത ചോർന്നൊലിക്കുന്ന ഒറ്റമുറി വീട്ടിലായിരുന്നു ഏറെക്കാലം എൻ്റെ കുടുംബം താമസിച്ചത്. ഭക്ഷണം പോലും കൃത്യമായി കഴിക്കാനില്ലായിരുന്നു. മുത്തുമാല കോർത്തു വിറ്റാണ് മമ്മി ചെലവിന് പണം കണ്ടെത്തിയിരുന്നത്. മമ്മിക്കും പപ്പയ്ക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഇവരുടെ വഴക്കാണ് ഞാൻ കാണുന്നത്. പപ്പ ജോലിക്ക് പോകുന്നില്ലെന്നായിരുന്നു മമ്മിയുടെ പ്രധാന പ്രശ്നം. കഴിവുണ്ടായിരുന്നിട്ടും നല്ല ജോലിക്ക് ശ്രമിക്കാതെ മീൻ വിൽക്കാനും സെക്യൂരിറ്റി പണിക്കുമൊക്കെയാണ് പപ്പ പോയിരുന്നത്. ഞങ്ങളെ നന്നായി നോക്കണമെന്നോ നല്ല വിദ്യാഭ്യാസം തരണമെന്നോ പപ്പയ്ക്കില്ലായിരുന്നു. അങ്ങനെ പലപ്പോഴായി കൂട്ടിവെച്ച പണം കൊണ്ട് മമ്മി ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പഠനം, സ്വന്തമായി ഒരു വീട് ഒക്കെയായിരുന്നു മമ്മിയുടെ ലക്ഷ്യം. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചാണ് മമ്മി പോയത്. അങ്ങനെയാണ് 3 വയസ്സിൽ എന്നെയും ചേട്ടനെയും വിട്ട് മമ്മി പോയത്. അവിടെ മമ്മിക്ക് കിട്ടിയത് ഗദ്ദാമ ജോലിയാണ്. ഒരുപാട് അനുഭവിച്ചു. അടികൊണ്ട കഥയൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മി എന്നോട് പറഞ്ഞത്. മമ്മി പോയ ശേഷം ഞാൻ മമ്മിയുടെ ചേച്ചിക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അവർ വലിയ സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ പപ്പയോട് പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. പപ്പയുടെ കുടുംബത്തോടൊപ്പമാണ് 4ാം ക്ലാസ് വരെ ജീവിച്ചത്. ഈ സമയത്തൊന്നും മമ്മിയുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. പാരൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല റിലേറ്റീവ്സിൻ്റെയും വീട്ടിൽ നിന്നാണ് വളർന്നത്. അക്കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് പിന്നീട് നിന്നത്. അവർ എന്നെ കുറ്റപ്പെടുത്തുകയും ബോഡി ഷെയിം ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് എനിക്ക് 14 വയസ്സേ ഉള്ളൂ. പക്ഷേ എനിക്ക് സങ്കടം പറയാനോ എന്നെ ആശ്വസിപ്പിക്കാനോ ആരും തന്നെ ഇല്ലായിരുന്നു. അവസാനം സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യാമെന്ന് വരെ ഞാൻ തീരുമാനിച്ചു. കയറിട്ട് ഞാൻ ചാടി. കഴുത്ത് മുറുകിയപ്പോൾ വെപ്രാളത്തിൽ തിരികെ എങ്ങനെയോ കട്ടിലിൽ വന്ന് നിന്നു. ആത്മഹത്യ ചെയ്യുന്നതിലും ഞാൻ തോറ്റുപോയി. അങ്ങനെ പിന്നീട് എന്നെ ഹോസ്റ്റലിലാക്കി. നന്നായി പഠിക്കുമായിരുന്നു. പിന്നീട് സ്കൂൾ കഴിഞ്ഞ് ചെന്നൈയിലേക്ക് മെഡിസിൻ പഠിക്കാൻ പോയി. അതിനു വേണ്ടതെല്ലാം ചെയ്തത് ഞാൻ തന്നെയാണ്. മമ്മി കഷ്ടപ്പെട്ട് പിന്നീട് സ്വന്തമായി ഒരു വീട് വെച്ചു. 20 വർഷത്തെ മമ്മിയുടെ കഷ്ടപ്പാടായിരുന്നു അത്. ഞാൻ ആഗ്രഹിച്ചതെല്ലാം കിട്ടിയത് നോബിനെ കല്യാണം കഴിച്ച ശേഷമാണ്.